ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 10 മെലിത്താനയിലെ വിശുദ്ധ ഡൊമീസിയൻ. ഡൊമിത്തിയാനോസ് എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്, ഡൊമിസിയാനോ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. മെലിത്തേനെ എന്ന് പറയുന്ന സ്ഥലത്തെ വിശുദ്ധ ഡൊമീസിയൻ വിവാഹിതനായിരുന്നു. സാഹിത്യത്തിൽ വലിയ പണ്ഡിതനായിരുന്നു. തത്വജ്ഞാനത്തിൻ്റെ ആശാനായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ പണ്ഡിതനായിരുന്നു. പക്ഷെ പിന്നീട് ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം പുനർവിവാഹത്തിന് പോയില്ല, പകരം സന്യാസിയാകാൻ പോയി. അങ്ങനെ സന്യാസത്തിലായിരിക്കുമ്പോൾ മെലിത്തേനെ എന്ന് പറയുന്ന അർമേനിയയിലെ മെലിത്തേനെ എന്ന സ്ഥലത്തെ മെത്രാനായി നിയമിതനായി. ഇതൊക്കെ ഒരു 30 വയസ്സിൽ കഴിഞ്ഞു. 30ാമത്തെ വയസ്സായപ്പോഴേക്കും മെത്രാനായി. മെലിത്തേനത്തിൽ അർമേനിയയിലെ മെലിത്തേന എന്ന സ്ഥലത്ത് മെത്രാനായി. ഈ മെത്രാനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പൂർവ്വരൂപം എന്ന് വേണമെങ്കിൽ പറയാം. ദരിദ്രരുടെ അങ്ങേയറ്റം കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഡൊമീസിയൻ എന്ന് പറയുന്ന മെത്രാൻ. അതേസമയം നയതന്ത്ര സർവീസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ദരിദ്രരോട് കരുണയുള്ളവരായിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ നയതന്ത്രം, സഭയുടെ നയതന്ത്രം ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബൈസൻ്റയൻ ചക്രവർത്തിയുടെ ഒരു ദൗത്യവുമായിട്ട് പേർഷ്യയിലേക്ക് പോയിട്ടുണ്ട്, വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി. അതുപോലെ തന്നെ മഹാനായ ഗ്രിഗറി, വിശുദ്ധ ഗ്രിഗറി, അദ്ദേഹമായിട്ടുള്ള എഴുത്തുകുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ചക്രവർത്തിയുടെ ആധ്യാത്മിക പിതാവായിട്ട് സേവനം ചെയ്തിരുന്നു. അപ്പോൾ നോക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് ദരിദ്രരോടുള്ള ശുശ്രൂഷ. അതേസമയം ചക്രവർത്തിയുടെ നയതന്ത്ര സേവനം, വളരെ പ്രയാസകരമായ സിറ്റുവേഷൻസിൽ ട്രബിൾ ഷൂട്ടർ, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വളരെ തന്ത്രശാലിയായ നുണ പറയുന്ന ആളല്ല, ഈ കാര്യങ്ങൾ അനനയത്തിലൂടെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ. വിശുദ്ധനായ മഹാനായ ഗ്രിഗറിയുമായിട്ട് എഴുത്തുകുത്തുകളിലൂടെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളും പ്രചോദനങ്ങളും പങ്കുവച്ചു. ചക്രവർത്തിയുടെ ആധ്യാത്മിക പിതാവ്. അപ്പോൾ അതിനു മുമ്പ് കല്യാണം കഴിച്ചു, തത്വജ്ഞാനം പഠിച്ചു, സാഹിത്യം പഠിച്ചു, ബൈബിൾ പഠിച്ചു. വിധവനായി ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ സന്യാസിയായി, മെത്രാനായി. ഇങ്ങനെ എന്താ പറയുക, ഒരു വലിയ ഒരു വിശുദ്ധിയുടെ ഒരു പരിവേഷം വെച്ചാൽ ശരിക്കും ജീവിച്ചതിൻ്റെ പരിവേഷം ഉള്ള ഒരു മനുഷ്യനാണ് ഈ മെലിത്തേനയിലെ ഡൊമീസിയൻ. അദ്ദേഹം ജനിച്ചത് ക്രിസ്തുവർഷം 564 മരിച്ചത് 602. സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു എന്നാണ് നമുക്കറിയാവുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകളൊക്കെ അർമേനിയയിലെ മെലിത്തേനയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അർമേനിയയിലെ സഭ വല്ലാത്തൊരു കൂട്ടക്കുരുതി, ഇസ്ലാമിൻ്റെ കൂട്ടക്കുരുതിയിൽ വന്ന് അങ്ങനെ വലിയ നഷ്ടം സഹിച്ചിരിക്കുന്ന ഒരു സഭയാണ് ഈ അർമേനിയയിലെ സഭ. പക്ഷേ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ്. സ്വർഗത്തിൽ നിന്ന് കാണുന്നത് വേറൊരു വീക്ഷണത്തിലാണ്. അങ്ങനെ അത് കാണാൻ നമുക്ക് കഴിയുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയണേ. നമുക്കത് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു 600 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ എന്താകും എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. അങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു സ്വപ്നം മാത്രമല്ല, അങ്ങനെ സംഭവിക്കുമെന്നൊരു തോന്നൽ എനിക്കുണ്ട്. തോന്നലല്ല, ഒരു വെളിപാട് എനിക്കുണ്ട്. അതിന് ആ 600 കൊല്ലം കഴിയുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങൾക്കുള്ള ചില ചുവടുവെപ്പുകൾ ഞാനിപ്പോൾ നടത്തുന്നുണ്ട് താനും. അപ്പോൾ അത് സത്യമായി വരുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ചുവടുവെപ്പുകൾ നടത്തുന്നത്. അതെന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി, അതായത് ഉയർന്നൊരു ഭ്രമണപഥത്തിലേക്ക് പോകുന്നതാണ് വിശ്വാസം. അതായത് സ്വർഗത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ കഴിയുക. അത് ഇപ്പോഴേ കഴിയുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുക. സ്വർഗത്തിൽ ചെന്നപ്പോൾ പിന്നെ വിശ്വാസം വേണ്ട, സ്നേഹം വേണ്ടു. പൗലോസ്ലീഹ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ പിന്നെ വിശ്വാസം പ്രത്യാശയുടെ ആവശ്യം സ്വർഗത്തിലില്ല, സ്നേഹം മാത്രമേ വേണ്ടൂ. ഇപ്പോഴാണ് നമുക്ക് വിശ്വാസം പ്രത്യാശയും വേണ്ടത്. ആ പ്രത്യാശയും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ വിശുദ്ധനെ കുറിച്ച് ഓർക്കുമ്പോഴും നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, പ്രത്യാശ നമുക്കുണ്ടാവും. എല്ലാം നന്നായി വരും എന്നുള്ള പ്രത്യാശയാണ്, വിചാരമാണ് ശുഭാപ്തി വിശ്വാസം. പ്രത്യാശ അതല്ല. പ്രത്യാശ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഭാവി യേശുക്രിസ്തുവാണ്. ഇതാണ് പ്രത്യാശ. എൻ്റെ ഭാവി യേശുക്രിസ്തുവാണ്. ഈ പ്രത്യാശയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ വിശുദ്ധരാക്കുകയും ചെയ്യും. അങ്ങനെ ആകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.